പണ്ട് 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 ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ട മരം വെട്ടുകാരനും ഭാര്യയും താമസിച്ചിരുന്നു. അവർക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പേര് മോളി എന്നായിരുന്നു. മോളി വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു. മോളിയുടെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ കാട്ടിൽ മരം വെട്ടാൻ പോവും. കാട്ടിൽ നിന്ന് തടിക്കഷ്ണങ്ങൾ വെട്ടി തലയിൽ ചുമടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെയാണ് അവർ കഴിഞ്ഞിരുന്നത്. എന്നാലും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തങ്ങളുടെ മകളെ നന്നായിട്ട് നോക്കാൻ, അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ, അവൾക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുക്കാനൊക്കെ അവളുടെ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിച്ചു പോന്നു. എന്നാൽ ഒരിക്കൽ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മോളിയുടെ അച്ഛനൊരു അപകടം പറ്റി. അദ്ദേഹത്തിൻ്റെ കാല് മുറിഞ്ഞു. അങ്ങനെ കാല് മുറിഞ്ഞതോടെ അദ്ദേഹത്തിന് കാട്ടിലേക്ക് പോകാൻ വയ്യാതായി, മരം വെട്ടാൻ വയ്യാതായി, വീട്ടിലെ പട്ടിണിയായി. അച്ഛനും അമ്മയ്ക്കും ഇതിൽ വലിയ വിഷമമുണ്ടായിരുന്നു. ഒറ്റ മകളാണ്, അവളെ പട്ടിണിക്കിടണമല്ലോ, അവൾക്ക് നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. മാതാപിതാക്കളുടെ ഈ വിഷമം കണ്ടിട്ട് മോളിക്കും സഹിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് തനിക്കും തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, അവരുടെ കഷ്ടപ്പാടിനൊരു അറുതി വരുത്തണം എന്നൊക്കെ മോളിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ തൻ്റെ മാതാവിനോട് യാത്ര പറഞ്ഞിട്ട് അവൾ കാട്ടിൽ പോയി പഴങ്ങൾ പെറുക്കിക്കൊണ്ട് വരാമെന്നാണ് അവൾ പറഞ്ഞിട്ട് പോയത്. ആദ്യമൊന്നും അമ്മ ഇത് സമ്മതിച്ചില്ലെങ്കിലും മകളെ നിർബന്ധം പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഉൾക്കാട്ടിലേക്കൊന്നും പോകരുത്, അടുത്തെവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പഴങ്ങൾ പെറുക്കിക്കൊണ്ട് വാ. പിതാവിനെ ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് അവളുടെ അമ്മയ്ക്ക് അദ്ദേഹത്തെ വിട്ടിട്ട് പോരാൻ വയ്യായിരുന്നു. അങ്ങനെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് മോളി കാട്ടിൽ പോയി. കാട്ടിലൊക്കെ ചുറ്റി നടന്നു. കുറേയേറെ പഴങ്ങൾ അവൾക്ക് കിട്ടി. ഈ പഴങ്ങൾ കൊണ്ടുപോയി ചന്തയിൽ വിറ്റ് തൽക്കാലത്തേക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ ആ പഴങ്ങളൊക്കെ കൂടെ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. കുറച്ച് പഴുത്ത് പോയതൊക്കെ ആണെങ്കിലും ആൾക്കാർ അവളുടെ പഴങ്ങളൊക്കെ വാങ്ങി. അവൾക്ക് അത്യാവശ്യം പണം സമ്പാദിക്കാൻ പറ്റി. അത് അവൾ വീട്ടിൽ കൊണ്ടുവന്ന് തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കലിങ്ങനെ പഴം പെറുക്കി നടന്ന് മോളിക്ക് വഴി തെറ്റി. എങ്ങോട്ട് നടന്നിട്ടും വീട്ടിലേക്കുള്ള വഴി കാണുന്നില്ല. നടക്കും തോറും അവൾ ഉൾക്കാട്ടിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നടന്ന് അവളൊരു അരുവിയുടെ കരയിലെത്തി. അപ്പോൾ അവൾ വിചാരിച്ചു, ഈ അരുവിയുടെ കരയിലൂടെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ തനിക്കൊരു നദിയുടെ കരയിലെത്താൻ പറ്റും. തൻ്റെ ഗ്രാമത്തിലൊരു നദി ഒഴുകുന്ന അവൾക്കറിയാം. ആ നദിയുടെ കരയിലൂടെ പതുക്കെ നടന്നു എന്നാൽ തൻ്റെ ഗ്രാമത്തിൽ എന്തായാലും എത്താൻ പറ്റുമല്ലോ. അതുകൊണ്ട് അരുവിയുടെ കര പിടിച്ച് മോളി നടന്നു തുടങ്ങി. എന്നാൽ അവൾ കൂടുതൽ ഉൾക്കാട്ടിലേക്കാണ് നടന്നത്. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ വലിയൊരു പൂന്തോട്ടത്തിലെത്തി. മനോഹരമായൊരു പൂന്തോട്ടം, നിറയെ പൂക്കളൊക്കെ ഉണ്ട്. ആ പൂന്തോട്ടത്തിന് നടുക്ക് സാമാന്യം വലിയൊരു വീടുണ്ടായിരുന്നു, ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാം. മോളി ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. സാധാരണ ഒരു മനുഷ്യന് കയറാൻ പറ്റുന്നതിനേക്കാളും വലിയതായിരുന്നു ആ വാതിൽ. എന്തിനാണ് ആൾക്കാർ ഇത്ര വലിയ വാതിലുകൾ ഉണ്ടാക്കുന്നത് എന്ന് മോളി ചിന്തിച്ചു. വാതിൽ തുറന്നു വന്നത് വളരെ ഉയരമുള്ള ഒരു സ്ത്രീയായിരുന്നു. നല്ല വണ്ണവുമുണ്ട്. അവർ ചിരിച്ചപ്പോഴാണ് അവരൊരു രാക്ഷസിയാണ് എന്ന് മോളിക്ക് മനസ്സിലായത്. മോളി പേടിച്ച് വിറച്ചുപോയി. പക്ഷേ രാക്ഷസി അവരോട് വളരെ സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. എന്താ കുട്ടി, എന്തിനാ വന്നത് എന്നവർ വളരെ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടാൻ വയ്യാതെ മോളി പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, നിൻ്റെ പ്രായത്തിലൊരു മകൾ എനിക്കുമുണ്ട്. ഞാൻ നിന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല. ഒരു രാക്ഷസിയുടെ രൂപം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ മനുഷ്യരെ ഉപദ്രവിക്കാറില്ല, അവരെ തിന്നാറുമില്ല. ഞാൻ പഴങ്ങളും പച്ചക്കറികളും വേട്ടയാടി പിടിച്ച മൃഗങ്ങളും മീനും ഒക്കെയാണ് കഴിക്കുന്നത്. ഞാനൊരു മനുഷ്യനെ തിനിയേ അല്ല. അപ്പോൾ മോളിക്ക് ഇത്തിരി ധൈര്യമായി. ആ സ്ത്രീ പറഞ്ഞു, എന്ന് കരുതി നീ ഇവിടുത്തെ സുരക്ഷിതയൊന്നുമല്ല. എൻ്റെ ഭർത്താവ് ഒരു ശരിക്കും രാക്ഷസനാണ്. എത്ര പറഞ്ഞാലും അദ്ദേഹം കേൾക്കുകയില്ല. അദ്ദേഹത്തിന് മനുഷ്യരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ വേഗം പൊക്കോ, ഇവിടെ എങ്ങും നിൽക്കണ്ട. നിനക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വീട്ടിലേക്കുള്ള വഴി തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നുമുണ്ട്, ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ വീട്ടിലെ പെൺകുട്ടി അകത്തേക്ക് വന്നത്. ഒരു രാക്ഷസ പെൺകുട്ടി. അവിടുത്തെ രാക്ഷസൻ്റെയും രാക്ഷസിയുടെയും മകളായിരുന്നു അവൾ. ആ പെൺകുട്ടി വന്ന് മോളിയെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ അമ്മേ, എൻ്റെ പ്രായമുള്ളൊരു പെൺകുട്ടിയല്ലേ, അവളെ അകത്തേക്ക് വിളിക്കും, ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമുക്ക് വിടാം. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ അപകടമാണ്, നിൻ്റെ അച്ഛൻ വരാറായി, അച്ഛൻ കണ്ടാലേ ഇവളെ പിടിച്ച് തിന്നു കളഞ്ഞാലോ. അപ്പോൾ മോള് പറഞ്ഞു, ഞാൻ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അച്ഛനിപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. എന്തായാലും ഇവളെ നമുക്ക് അകത്തേക്ക് വിളിക്കാം. പറ്റിയാൽ അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവളെ പറഞ്ഞു വിടാം. അതല്ല അച്ഛൻ വരികയാണെങ്കിൽ അക്കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ മോളി അവരകത്തേക്ക് വിളിച്ചു. നല്ല ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു, വെള്ളം കൊടുത്തു.
മോളി അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു, ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. ആ പെൺകുട്ടിയോട് കുറച്ച് കുശലം പറഞ്ഞു. പോകാനിറങ്ങുമ്പോഴേക്കും ഭൂമി കുലുങ്ങുന്നത് പോലെ രാക്ഷസൻ നടന്നു വരുന്നത് കണ്ടു. മോളി പേടിച്ച് വിറച്ചു പോയി. രാക്ഷസിയും മകളും കൂടി മോളിയെ ഉടൻ തന്നെ മേശയുടെ അടിയിൽ ഒളിപ്പിച്ചു. രാക്ഷസൻ അകത്തേക്ക് വന്നുടനെ ചോദിച്ചു, ഇവിടെ എന്താ ഒരു വല്ലാത്ത മണം, ഒരു മനുഷ്യൻ വന്നു തോന്നല്ലോ. അപ്പോൾ രാക്ഷസ പെൺകുട്ടി കൊഞ്ചിക്കൊണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛന് അവളെ ഉപദ്രവിക്കരുതേ, അവൾ എൻ്റെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്, എനിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കളിച്ച് ചിരിച്ച് ഇവിടെ സംസാരിക്കുകയായിരുന്നു, അവളങ്ങ് പൊക്കോട്ടെ. രാക്ഷസനെ വല്ലാതെ ദേഷ്യം വന്നെങ്കിലും അയാൾ മുഖത്ത് ആ ദേഷ്യമൊന്നും കാണിച്ചില്ല. അയാൾ പറഞ്ഞു, ഓ നിൻ്റെ കൂട്ടുകാരിയാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ അവളെ പുറത്തേക്ക് വിളിക്ക്, നീ അവളെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ മേശയ്ക്കടിയിൽ നിന്ന് മോളി പുറത്തു വന്നു. പക്ഷേ മോളിക്ക് ആ രാക്ഷസൻ്റെ മുഖം കണ്ടപ്പോഴേ പേടിയായി. അയാളുടെ മുഖത്ത് ഒട്ടും ശാന്തത ഉണ്ടായിരുന്നില്ല. അയാൾ ശാന്തത അഭിനയിക്കുകയാണ്, സ്നേഹം അഭിനയിക്കുകയാണ് എന്ന് മോളിക്ക് തോന്നി. എന്തായാലും രാക്ഷസ പെൺകുട്ടി തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇവൾ കാട്ടിലൂടെ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് വന്നതാണ്, രാത്രിയാവാറായി, ഇനി എന്തായാലും അവൾക്ക് ഉടനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് ഇവളെ പറഞ്ഞു വിടാം, അതുവരെ ഇവളിവിടെ നിന്നോട്ടെ. രാക്ഷസൻ പറഞ്ഞു, അതിനെന്താ, അവൾ ഇന്നിവിടെ നിന്നോട്ടെ, നാളെ രാവിലെ പോയാൽ മതി. അങ്ങനെ മോളി അന്ന് രാക്ഷസന് വീട്ടിൽ തങ്ങാനൊരുങ്ങി. മോളിക്ക് പേടിയുണ്ടായിരുന്നു, രാക്ഷസനെ അവൾക്ക് അത്ര വിശ്വാസമായിരുന്നില്ല. രാത്രി മോള് കിടക്കുന്നതിന് മുമ്പ് രാക്ഷസ പെൺകുട്ടിയുമായിട്ടിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ രാക്ഷസൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മോളിക്ക് ഒരു മാല കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നോക്ക്, നിന്നെ കണ്ടിട്ട് എനിക്ക് എൻ്റെ മോളെപ്പോലെ തന്നെയാണ് തോന്നുന്നത്, അവളെ സ്നേഹിക്കുന്നത് പോലെ നിന്നോടും എനിക്ക് സ്നേഹം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരു സ്വർണ്ണമാല കൊടുത്തിരുന്നു, അതേപോലെയുള്ള ഒരു വെള്ളിമാല നിനക്കും തരാം. രാക്ഷസൻ മോളിക്ക് ഒരു മാല കൊടുത്തു. മോളി ആ മാല തൻ്റെ കഴുത്തിൽ അണിയുകയും ചെയ്തു. രാത്രി ഇരുട്ടിയപ്പോൾ ഉറങ്ങാം എന്ന് കരുതി അവർ രണ്ടുപേരും മുറിയിലേക്ക് പോയി. രാക്ഷസ പെൺകുട്ടിയുടെ മുറിയിൽ തന്നെയാണ് മോളിയും കിടന്നത്, ഒരേ കിടക്കയിൽ. പക്ഷേ കിടന്നിട്ട് മോളിക്ക് ഉറക്കം വന്നതേയില്ല. രാക്ഷസൻ്റെ കണ്ണിലെ ഒരു വല്ലാത്ത തിളക്കവും അയാളുടെ മുഖത്തെ ഒരു ഭാവവുമൊക്കെ ഓർത്തപ്പോൾ മോളിക്ക് വല്ലാതെ പേടി വന്നു. അതുകൊണ്ട് മോളി കുറേ നേരം കഴിഞ്ഞപ്പോൾ രാക്ഷസ പെൺകുട്ടി ഉറങ്ങി എന്നുറപ്പായപ്പോൾ ആ കട്ടിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന വെള്ളിമാല ഊരി രാക്ഷസ പെൺകുട്ടിയുടെ കഴുത്തിലിടുകയും ചെയ്തു. താൻ കിടന്നിരുന്ന സ്ഥലത്ത് കുറച്ച് തലയിണകളൊക്കെ പിറക്കി വെച്ച് പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിട്ട് അവൾ കട്ടിലിനടിയിൽ കയറി കിടന്നു. എന്തായാലും കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിൽ മെല്ലെ തുറക്കുന്നത് അവൾ കേട്ടു. രാക്ഷസൻ മെല്ലെ മെല്ലെ ആ മുറിയിലേക്ക് വരുന്നത് കണ്ടു. എന്നിട്ട് അയാൾ മോളിയാണെന്ന് കരുതി തൻ്റെ മകളെ പൊക്കിയെടുത്തു. രാക്ഷസ പെൺകുട്ടി അപ്പോൾ തന്നെ ഉണർന്നു. അവൾ ഉറക്കെ കരഞ്ഞ് ബഹളം വെച്ചു. അപ്പോൾ അവളുടെ അമ്മ ഓടി വന്നു. പെൺകുട്ടി തൻ്റെ പിതാവിനോട് ചോദിച്ചു, അച്ഛനെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചു, എൻ്റെ കൂട്ടുകാരിയെ അങ്ങ് ഉപദ്രവിക്കുകയില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അങ്ങയുടെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഇനി ഒരിക്കലും അച്ഛനെ വിശ്വസിക്കുകയില്ല. രാക്ഷസൻ പറഞ്ഞു, അയ്യോ മോളെ, എന്നോട് നീ അങ്ങനെയൊന്നും പറയരുതേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, നിൻ്റെ കൂട്ടുകാരിയെ ഞാൻ ഇനി ഒന്നും ചെയ്യുകയില്ല. പക്ഷേ മോളിയുടെ കൂട്ടുകാരിയായ രാക്ഷസ പെൺകുട്ടി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവൾ ഉറക്കെ കരഞ്ഞ് ബഹളം വെച്ചു. മകളുടെ കരച്ചിൽ കണ്ട് അമ്മയും കരയാൻ തുടങ്ങി. എന്തായാലും കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന മോളി ആ സമയം കൊണ്ട് ജനലിനുള്ളിലൂടെ പുറത്തേക്ക് ചാടി. അവൾ കാട്ടിനുള്ളിലൂടെ കുറേ ദൂരം ഓടി ഒരു നദിയുടെ കരയിലെത്തി. അപ്പോഴേക്കും നേരം വെളുത്തു. ആ നദിക്ക് കുറുകെ ഒരു പാലമുണ്ടായിരുന്നു. പക്ഷേ ആ പാലം പകുതി വെച്ച് തകർന്നിരിക്കുകയായിരുന്നു. അതിലൂടെ ഒരാൾക്കും അപ്പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. മോളി ആകെ വിഷമിച്ചു പോയി. ഏത് നിമിഷവും രാക്ഷസൻ തൻ്റെ പിന്നാലെ ഓടി വരാം. അവൾ ആ തകർന്ന പാലത്തിൻ്റെ നടുഭാഗത്ത് ചെന്ന് നിന്നു. അപ്പോൾ അവിടെ ഒരു കയർ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ധൈര്യം സംഭരിച്ച് അവൾ ആ തൂങ്ങിക്കിടന്ന കയറിൽ പിടിച്ച് തൂങ്ങി ആടി മറുകരയിലേക്ക് ചാടി. ഒരു വിധത്തിൽ അവൾ നദിയുടെ മറുകരയിലെത്തി. അവിടെ ഒരു വലിയ നഗരമായിരുന്നു. ആ നഗരത്തിലെ ആൾക്കാർ വളരെ അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും മോളിയെ സ്വീകരിച്ചു. അവർ അവളെ അവിടുത്തെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. രാജാവ് വളരെ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു, നീ എങ്ങനെ ആ കാടിനുള്ളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടു? ആ പാലത്തിലൂടെ ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഒരു വലിയ രാക്ഷസൻ താമസിക്കുന്നുണ്ട്. ആ രാക്ഷസനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പാലം തകർത്ത് കളഞ്ഞത്. ആ പാലം ഉണ്ടായിരുന്ന സമയത്ത് ആ രാക്ഷസൻ എപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ കടന്ന് നാട്ടുകാരെ പിടിച്ച് തിന്നുമായിരുന്നു. അത് പേടിച്ചിട്ടാണ് ആ പാലം ഞങ്ങൾ തകർത്ത് കളഞ്ഞത്. എന്തായാലും ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. നീ ഒറ്റയ്ക്ക് ആ രാക്ഷസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത്ര ദൂരം വന്ന് ആ തകർന്ന പാലം കടന്ന് ഞങ്ങളുടെ നാട്ടിലെത്തിയല്ലോ. നിനക്ക് ഞങ്ങൾ ഈ നാട്ടിൽ അഭയം തരാം. അപ്പം മോളി പറഞ്ഞു, എനിക്ക് ഇവിടെ ജീവിക്കണ്ട, കാരണം എൻ്റെ മാതാപിതാക്കൾ
ഇപ്പോൾ തന്നെ എന്നെ കാണാതെ വല്ലാതെ വിഷമിച്ച് കാണും. ഞാൻ അവരുടെ ഒറ്റ മകളാണ്. എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷെ എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ആ രാക്ഷസൻ്റെ കോട്ട കടക്കാതെ നിവൃത്തിയില്ല. രാജാവ് പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് ആർക്കും ആ രാക്ഷസനെ എതിരിടാൻ ധൈര്യമില്ല. ആ രാക്ഷസന് ഒരു ഭീകരനാണ്. മാത്രമല്ല അയാളുടെ ബലം അയാളുടെ കിടപ്പ് മുറിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ വാളിലാണ് ഇരിക്കുന്നത്. ആ വാള് ആരെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ അതോടെ അയാളും അയാളുടെ കുടുംബവും സാധാരണ മനുഷ്യരായിത്തീരും. പക്ഷേ ആർക്കും അതിന് ധൈര്യമില്ല. അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും അതിന് ആഗ്രഹമുണ്ടെങ്കിലും ആ രാക്ഷസൻ ഒരിക്കലും അവരെ അതിന് അനുവദിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ മോളി പറഞ്ഞു, എനിക്ക് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോയി ആ വാളെടുക്കാം, അത് നശിപ്പിച്ച് കളയാം. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ഭടന്മാരെ നിൻ്റെ കൂടെ വിടാം. നീ എങ്ങനെയെങ്കിലും ആ വാള് കൈക്കലാക്കി അവരെ ഏൽപ്പിച്ചാൽ മതി. അവരത് നശിപ്പിച്ചോളും. മാത്രമല്ല അവർ വഴി കണ്ടുപിടിച്ച് നിൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. രാജാവിനോട് മോളി പറഞ്ഞു, ഞാൻ പോയി ആ വാള് നശിപ്പിക്കാം. പക്ഷേ ആ വാള് പോലെ തന്നെയുള്ള മറ്റൊരു വാള് അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരണം. അങ്ങനെയാണെങ്കിൽ രാക്ഷസനെ പറ്റിച്ച് എനിക്ക് ആ വാള് കൈക്കലാക്കാൻ പറ്റും. രാജാവ് സമ്മതിച്ചു. അങ്ങനെ രാജാവ് രാക്ഷസൻ്റെ വാള് പോലെയുള്ള മറ്റൊരു വാള് മോളിക്ക് ഉണ്ടാക്കി കൊടുത്തു. മോളി നേരത്തെ ആ വാള് രാക്ഷസൻ്റെ മുറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ആ വാളിനെ പറ്റിയുള്ള വിവരങ്ങൾ രാജാവിന് പറഞ്ഞു കൊടുക്കാനും അത്തരം ഒന്ന് ഉണ്ടാക്കിക്കാനും പറ്റി. ആ വാളുമായിട്ട് അവൾ രാക്ഷസൻ്റെ കോട്ടയിലേക്ക് നടന്നു. തൻ്റെ ഉടുപ്പിനുള്ളിൽ അത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അവൾ പോയത്. അവളുടെ ഒപ്പം 2 ഭടന്മാരും ഉണ്ടായിരുന്നു. ഭടന്മാരെ അവൾ രാക്ഷസൻ്റെ കോട്ടയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ഒളിച്ചിരുത്തി. എന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. രാക്ഷസൻ്റെ ഭാര്യയും മകളും അവളെ സന്തോഷത്തോടെ എതിരേറ്റു. തൻ്റെ പിതാവ് ചെയ്ത തെറ്റിന് ആ പെൺകുട്ടി അവളോട് മാപ്പ് ചോദിച്ചു. ഇന്ന് എന്തായാലും തൻ്റെ കൂടെ കഴിയണമെന്നും തൻ്റെ പിതാവ് അവളെ ഉപദ്രവിക്കാതെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും ആ പെൺകുട്ടി അവളോട് പറഞ്ഞു. മോളി അതെല്ലാം വിശ്വസിക്കുന്നതായിട്ട് അഭിനയിക്കുകയും അന്ന് അവിടെ തങ്ങാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. രാത്രി രാക്ഷസൻ വന്നു. തൻ്റെ മകളും ഭാര്യയും കർശനമായിട്ട് വിലക്കിയിരുന്നതിനാൽ അവളെ ഉപദ്രവിക്കുകയില്ല എന്ന് അയാൾ അവർക്ക് വാക്കു കൊടുക്കുകയും അവളോട് മാപ്പ് പറയുകയും ചെയ്തു. അയാൾ ഇത് വെറുതെ പറയുകയാണ് എന്നറിയാമെങ്കിലും മോളി അത് വിശ്വസിക്കുന്നതായിട്ട് അഭിനയിച്ചു. അങ്ങനെ രാത്രിയായി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ഇത്തവണ മോളിയെ ഉപദ്രവിക്കാൻ രാക്ഷസൻ മുതിർന്നില്ല. കാരണം ഒരു തവണ അബദ്ധം പറ്റിയതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റണ്ട എന്ന് തന്നെ അയാൾ കരുതി. തക്കം കിട്ടിയാൽ മോളിയെ മറ്റേതെങ്കിലും അവസരത്തിൽ ഉപദ്രവിക്കാമെന്നാണ് അയാൾ കരുതിയിരുന്നത്. പക്ഷേ രാക്ഷസൻ ഉറങ്ങിയെന്ന് ഉറപ്പായതോടെ മോളി പതിയെ അയാളുടെ മുറിയിൽ കടക്കുകയും അയാളുടെ കിടക്കയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന വാളെടുത്ത് ജനാലയിലൂടെ പുറത്തേക്കെറിയുകയും ചെയ്തു. വാൾ താഴെ വീഴുന്ന ശബ്ദം കേട്ട ഭടന്മാർ ഓടി വന്ന് അതെടുത്ത് ദൂരേക്ക് കൊണ്ടുപോയി. പക്ഷേ വാൾ താഴെ വീഴുന്ന ശബ്ദം കേട്ട രാക്ഷസനും ഉണർന്നിരുന്നു. അയാൾ ഉടൻ തന്നെ മോളിയെ പിടികൂടി. എടുത്ത വാളിന് പകരം മറ്റൊരു വാള് മോളി അവിടെ വെച്ചിരുന്നതുകൊണ്ട് വാള് നഷ്ടപ്പെട്ട വിവരം രാക്ഷസന് മനസ്സിലായില്ല. തൻ്റെ കിടപ്പും മുറിയിൽ മോളിയെ കണ്ട അയാൾ വളരെ സന്തോഷത്തോടെ അവളെ പിടികൂടുകയും ഉടൻ തന്നെ തിന്നുകളയാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ മോളി ഒട്ടും പേടി പുറത്ത് കാണിക്കാതെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. രാക്ഷസൻ ചോദിച്ചു, എന്താ നീ ചിരിക്കുന്നത്? പേടി എന്ന് പറയുന്നൊരു കാര്യമേ നിന്നെ ബാധിച്ചിട്ടില്ലേ? മോളി പറഞ്ഞു, ഞാനെന്തിന് നിന്നെ പേടിക്കണം? എന്നെ എങ്ങനെ കൊല്ലണം എന്നുള്ള വിദ്യയൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ രാക്ഷസൻ ചോദിച്ചു, അതെന്താ, നിന്നെ സാധാരണ കൊല്ലുന്നത് പോലെ കൊന്നാൽ പറ്റില്ലേ? മോളി പറഞ്ഞു, നീ എന്നെ പൂച്ചയും പട്ടിയും കോഴിയും നൂലും സൂചിയും കത്രികയും ഒക്കെയുള്ള ഒരു ചാക്കിൽ കെട്ടിയിട്ട് കാട്ടിലൂടെ വലിച്ചിഴച്ചൊന്നും കൊല്ലാൻ പോവുകയല്ലോ. അതൊക്കെയല്ലേ വലിയ വേദനയുള്ള മരണം. നീ എന്നെ വെറുതെ അങ്ങ് വിഴുങ്ങുകയാണെങ്കിൽ എനിക്ക് സുഖമല്ലേ? ഞാൻ മരണത്തിൻ്റെ വേദന അറിയാനേ പോകുന്നില്ല. പിന്നെ ഞാനെന്തിന് വിഷമിക്കണം? അപ്പോൾ രാക്ഷസൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവളെ വിഴുങ്ങണ്ട. അത്ര സാധാരണമായ ഒരു മരണം ഇവൾ അർഹിക്കുന്നില്ല. അയാൾ ഉടൻ തന്നെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഒരു ചാക്കിനുള്ളിൽ ഒരു കോഴിയെയും ഒരു പട്ടിയെയും ഒരു പൂച്ചയെയും പിന്നെ കത്രിയെയും നൂലും സൂചിയും കത്തിയും ഒക്കെ എടുത്തിട്ട് അതിനുള്ളിൽ മോളിയെ കൂടി ഇട്ടു. എന്നിട്ട് ആ ചാക്ക് കാട്ടിലൂടെ വലിച്ചിഴയ്ക്കാൻ പറ്റിയ ഒരു കയറ് തപ്പി തൊട്ടടുത്തുണ്ടായിരുന്ന സ്റ്റോർ റൂമിലേക്ക് പോയി. ഈ സമയത്ത് പൂച്ചയും പട്ടിയും കോഴിയും മോളിയും കൂടെ ചാക്കിനുള്ളിൽ കിടന്ന് ഉറക്കെ 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 ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് രാക്ഷസൻ്റെ ഭാര്യ ഉണർന്നു. അവരടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഒരു വലിയ ചാക്ക് കെട്ട് കിടന്ന് അനങ്ങുന്നു. അതിനുള്ളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവർ ചാക്കിനടുത്ത് നിന്ന് ചോദിച്ചു, എന്താ ശബ്ദം കേൾക്കുന്നത്? അപ്പോൾ ചാക്കിനുള്ളിൽ നിന്നും മോളി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം എനിക്കൊരു മാജിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് എന്നെ ഈ ചാക്കിനുള്ളിൽ ഇട്ടിരിക്കുകയാണ്. നല്ല മാജിക്ക് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ രാക്ഷസി പറഞ്ഞു, എന്നെ കൂടെ കാണിക്കൂ. മോളി കത്രിക എടുത്ത് ചാക്ക് മുറിച്ചു. എന്നിട്ട് രാക്ഷസി അതിനുള്ളിൽ കയറ്റിയിട്ട് സൂചിയും നൂലും കൊണ്ട് ചാക്ക് പഴയതുപോലെ തയ്ച്ചു. പക്ഷേ അതിനുള്ളിൽ ദ്വാരമിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ദ്വാരത്തിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ മതി. നിങ്ങളുടെ ഭർത്താവ് കാണിക്കുന്ന മാജിക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. രാക്ഷസി
ആ ദ്വാരത്തിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ രാക്ഷസൻ വലിയൊരു കയറും കൊണ്ടുവന്ന് ആ ചാക്ക് കെട്ടി പുറത്തേക്ക് വലിക്കാൻ തുടങ്ങുന്നത് കണ്ടു. രാക്ഷസി അതിനുള്ളിലിരുന്ന് ഉറക്കെ അലറി, കൊള്ളാം, നിങ്ങൾ എത്ര വലിയ വിശ്വാസവഞ്ചകനാണ്, നമ്മളുടെ മകളുടെ കൂട്ടുകാരിയാണ് നിങ്ങൾ കൊല്ലാൻ തുടങ്ങുന്നത്. രാക്ഷസൻ ഞെട്ടിപ്പോയി. ചാക്കിനുള്ളിൽ തൻ്റെ ഭാര്യയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. അയാൾ ഉടൻ തന്നെ ചാക്ക് തുറന്ന് തൻ്റെ ഭാര്യയെ പുറത്തിട്ടു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മകൾ ഉണർന്നു വന്നിരുന്നു. അവർ രണ്ടുപേരും രാക്ഷസനെ കഠിനമായിട്ട് ശകാരിച്ചു. വിശ്വാസവഞ്ചന കാണിച്ച അയാളുടെ കൂടെ ഇനി ഒരിക്കലും ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ വീട് വിട്ടു പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും വാളും കൊണ്ട് പോയ ഭടന്മാർ ആ വാള് നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും രാക്ഷസൻ ഒരു മനുഷ്യനായി മാറി. ഒപ്പം രാക്ഷസിയും മകളും മനുഷ്യരായിട്ട് മാറി. ആ രാക്ഷസൻ തൻ്റെ ഭാര്യയോടും മകളോടും മാപ്പ് ചോദിച്ചെങ്കിലും അവരൊരിക്കലും അയാളോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. മനുഷ്യരായി തീർന്നവർ അയാളെയും ആ വീട് ഉപേക്ഷിച്ച് അവിടെ വിട്ടുപോയി. കുറ്റബോധത്താൽ നീറി രാക്ഷസൻ അവിടെ തന്നെ ജീവിച്ചു. മൂളിയാണെങ്കിൽ ഭടന്മാരുടെ സഹായത്തോടെ തൻ്റെ വീട് കണ്ടുപിടിച്ച് തൻ്റെ പിതാവിനോടും മാതാവിനോടും ഒപ്പം ജീവിച്ചു. തൻ്റെ രാജ്യത്തെ രാക്ഷസൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മോളിക്ക് രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയച്ചു. മോളിയുടെ പിതാവിന് പഴയതുപോലെ കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. അവർ വളരെ കാലം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.